Hi friends, welcome back to our channel Physics Tutorial. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് +2 ഫിസിക്സിലെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആണ്. അതായത് 2009 മാർച്ച് മുതൽ 2017 മാർച്ച് വരെയുള്ള എല്ലാ വർഷങ്ങളിലും ചോദിച്ചിട്ടുള്ള ഫസ്റ്റ് ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻസ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആണിത്. നമ്മൾ ഇതുപോലെ തന്നെ മറ്റുള്ള ചാപ്റ്റേഴ്സ് എല്ലാം ഡിസ്കസ് ചെയ്യുന്നതാണ്. അതായത് 2017 വരെയുള്ള 9 to 17 വരെയുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടുള്ള വീഡിയോസ് നമുക്ക് അടുത്ത ദിവസങ്ങളിലായിട്ട് തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അതിനുശേഷം അതായത് എല്ലാ ചാപ്റ്റേഴ്സും കംപ്ലീറ്റ് ആയതിനു ശേഷമായിരിക്കും നമ്മൾ 17 മുതലുള്ളത് ക്വസ്റ്റ്യൻ പേപ്പർ ആയിട്ട് തന്നെ ഡിസ്കസ് ചെയ്യും. അപ്പൊ ഏകദേശം നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്ത് കഴിയുമ്പോൾ തന്നെ ആ ചാപ്റ്റർ ഏകദേശം നിങ്ങൾക്ക് തറവായിരിക്കും. ഓക്കെ, കാരണം എല്ലാ വർഷങ്ങളിലെയും ക്വസ്റ്റ്യൻ പേപ്പർ പഠിച്ചു കഴിയുമ്പോൾ തന്നെ ഓൾമോസ്റ്റ് അതിന്റെ അതായത് സിലബസിനകത്ത് വരുന്ന എല്ലാ ഭാഗങ്ങളും നമ്മൾ പഠിച്ചു തീരും. അപ്പൊ അതുകൊണ്ട് നമുക്ക് 17 മുതലുള്ളത് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആയിട്ട് തന്നെ ചാപ്റ്റർ വൈസ് അല്ലാതെ തന്നെ നമുക്ക് ഡിസ്കസ് ചെയ്യാൻ അപ്പൊ നമുക്ക് ഈസി ആയിരിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവണമെന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പൊ അടുത്ത ദിവസങ്ങളിലെല്ലാം നിങ്ങൾക്ക് +2ന്റെ വീഡിയോസ് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് വീഡിയോ യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ ഫ്രണ്ട്സിനും കൂടെ ഒന്ന് ഷെയർ ചെയ്യണേ. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ മാർച്ച് 2009 ചോദിച്ചിട്ടുള്ള ഒരു 5 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യനിലേക്ക് പോയാലോ. കൺസിഡർ ആൻ ഇൻഫിനിറ്റ്ലി ലോങ് സ്ട്രേറ്റ് യൂണിഫോംലി ചാർജ്ഡ് വയർ വിത്ത് ലീനിയർ ചാർജ് ഡെൻസിറ്റി. A. To find the electric field at P located at a distance r from the line of charge, describe an appropriate Gaussian surface. Second question is B. Define electric flux. Write the mathematical expression for the electric flux. Then C. Find the total electric flux through the Gaussian surface for the above mentioned charged wire. And D. What is the net charge enclosed by the Gaussian surface? Now last question is apply Gauss's theorem to find the electric field at P for the above mentioned charged wire. Write the direction of the field. ഓക്കെ, അപ്പൊ ഇവിടെ നമുക്ക് 5 ക്വസ്റ്റ്യൻസ് ആണ് തന്നിട്ടുള്ളത്. ഓരോ ക്വസ്റ്റ്യനും ഓരോ മാർക്ക് വീതമാണ്. ഇവിടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത് എന്താണ്? ഒരു ഇൻഫിനിറ്റ്ലി ലോങ് സ്ട്രെയിറ്റ് യൂണിഫോംലി ചാർജ്ഡ് വയർ ആണ് തന്നിട്ടുള്ളത്. ഓക്കെ, we have to find the electric field at a point P. അതായത് at a distance r from the line of charge. ലൈൻ ഓഫ് ചാർജിൽ നിന്ന് r ഡിസ്റ്റൻസ് അകലെയുള്ള ഒരു പോയിന്റ് ആണ് P. ആ പോയിന്റിൽ ഉണ്ടാവുന്ന ഇലക്ട്രിക് ഫീൽഡ് കാണുന്നതിന് വേണ്ടിയിട്ട് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഒരു ഗോഷ്യൻ സർഫസ് ആണ് കൺസിഡർ ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ഗോസസ് ലോ ആണ് യൂസ് ചെയ്യുന്നത്. അപ്പൊ ഗോസസ് ലോ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വി ഹാവ് ടു അസ്യൂം എ ഗോഷ്യൻ സർഫസ്. അപ്പൊ അതെങ്ങനെയായിരിക്കും നമുക്ക് അവിടെ ഉണ്ടാവുന്ന ഗോഷ്യൻ സർഫസിന്റെ ഷേപ്പ് എന്നുള്ളതാണ് ടു ഫൈൻഡ് ദ ഇലക്ട്രിക് ഫീൽഡ് അറ്റ് P. അതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. അപ്പൊ അതിന് 1 മാർക്കാണ് തന്നിട്ടുള്ളത്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് ഡിഫൈൻ ഇലക്ട്രിക് ഫ്ലക്സ്. അത് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. എന്താണ് ഇലക്ട്രിക് ഫ്ലക്സ് എന്താണെന്നുള്ളത് ചോദിച്ചിട്ടുണ്ട്. റൈറ്റ് ദ മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ ഫോർ ദി ഇലക്ട്രിക് ഫ്ലക്സ്. അതാണ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞിട്ടുള്ളത്? ഫൈൻഡ് ദ ടോട്ടൽ ഇലക്ട്രിക് ഫ്ലക്സ് ത്രൂ ദ ഗോഷ്യൻ സർഫസ് ഫോർ ദി എബോവ് മെൻഷൻഡ് ചാർജ്ഡ് വയർ. അതായത് ടോട്ടൽ ഇലക്ട്രിക് ഫ്ലക്സ് കാണണം ത്രൂ ദ ഗോഷ്യൻ സർഫസ് ഫോർ ദി അതായത് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ളത് ഇൻഫിനിറ്റ്ലി ലോങ് സ്ട്രേറ്റ് യൂണിഫോംലി ചാർജ്ഡ് വയർ. ഈ കേസ് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ് അല്ലെ. സെയിം ആയിട്ടുള്ള കേസ് തന്നെ എങ്ങനെയാണ് അവിടെ ഇലക്ട്രിക് ഫീൽഡ് കാണുക എന്നുള്ളത് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. സോ ദാറ്റ് വി ഹാവ് ടു റൈറ്റ് ഹിയർ. And the fourth question എന്താണ്? What is the net charge enclosed by the Gaussian surface? അതായത് Gaussian surface enclose ചെയ്യുന്ന ടോട്ടൽ ചാർജ് എത്രയാണെന്ന് ചോദിച്ചിട്ടുണ്ട്. Then last question is apply Gauss's theorem to find the electric field at P for the above mentioned charged wire. Write the direction of the field. അപ്പോൾ Gauss's law യൂസ് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യണം? ഇലക്ട്രിക് ഫീൽഡ് നമുക്ക് ഇവിടെ കാണാൻ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ we have to write the direction of the field. അതായത് ഫീൽഡിന്റെ ഡയറക്ഷൻ എങ്ങോട്ടായിരിക്കും. ഇത്രയും കാര്യങ്ങളാണ് എഴുതേണ്ടത്. അപ്പോൾ 5 മാർക്കാണ്. ഓരോന്നായിട്ട് നമുക്ക് ആൻസർ ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ എന്താണ് നമുക്ക് അതായത് ഇൻഫിനിറ്റ്ലി ലോങ് ആയിട്ടുള്ള സ്ട്രെയിറ്റ് യൂണിഫോം ചാർജ്ഡ് വയറിന്റെ കേസിൽ ഉണ്ടാവുന്ന ഗോഷ്യൻ സർഫസ് എങ്ങനെയായിരിക്കും? ഗോഷ്യൻ സർഫസ് നമ്മൾ എങ്ങനെയാണ് നേരത്തെ കൺസിഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്? ഒരു സിലിണ്ടർ ആണ് അല്ലെ, ഓഫ് റേഡിയസ് r ഹാവിംഗ് ലെങ്ത് l with its axis as the line of charge is considered as the Gaussian surface. അപ്പൊ നമ്മൾ ഒരു സിലിണ്ടറിക്കൽ Gaussian surface ആണ് ഇവിടെ കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, അതായത് സിലിണ്ടർ ഓഫ് റേഡിയസ് r ഹാവിംഗ് ലെങ്ത് l with its axis as the line of charge is considered as the Gaussian surface. അപ്പൊ അതിന്റെ ഡയഗ്രം നമുക്കൊന്ന് വരയ്ക്കാം അല്ലെ. ഇവിടെ ഒരു സിലിണ്ടറിക്കൽ ആണ് ആയിട്ടുള്ള ഷേപ്പ് ആണ്. അതായത് സിലിണ്ടറിക്കൽ ഗോഷ്യൻ സർഫസ് ആണ് കാണിച്ചിട്ടുള്ളത്. അതിന്റെ റേഡിയസ് r ആണ്. ദെൻ ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ദെൻ അറ്റ് ദ സെന്റർ വി ക്യാൻ സീ ദ യൂണിഫോംലി ചാർജ്ഡ് ഇൻഫിനിറ്റ്ലി ലോങ് സ്ട്രേറ്റ് വയർ. ഓക്കെ, അപ്പൊ അതാണ് ഫസ്റ്റ് ക്വസ്റ്റിന്റെ ആൻസർ. സെക്കൻഡ് ക്വസ്റ്റിൽ എന്താ ചോദിച്ചിട്ടുള്ളത്? ഡിഫൈൻ ഇലക്ട്രിക് ഫ്ലക്സ്, റൈറ്റ് ഇറ്റ്സ് മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ ഫോർ ദ ഇലക്ട്രിക് ഫ്ലക്സ് എന്നുള്ളതാണ്. അതായത് എന്താണ് ഇലക്ട്രിക് ഫ്ലക്സ് എന്ന് പറഞ്ഞാൽ
അതുപോലെ തന്നെ അതിന്റെ മാത്തമെറ്റിക്കൽ എക്സ്പ്രഷനും ചോദിച്ചിട്ടുണ്ട്. സോ ടോട്ടൽ നമ്പർ ഓഫ് ഇലക്ട്രിക് ലൈൻ ഓഫ് ഫോഴ്സ് പാസിംഗ് നോർമലി ത്രൂ എ ഗിവൺ ഏരിയ, അതായത് ഒരു ഗിവൺ ഏരിയയിലൂടെ കടന്നു പോകുന്ന ടോട്ടൽ നമ്പർ ഓഫ് ഇലക്ട്രിക് ലൈൻസ് ഓഫ് ഫോഴ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഇലക്ട്രിക് ഫ്ലക്സ് എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് phi is equal to ക്ലോസ്ഡ് ഇന്റഗ്രൽ E dot ds എന്ന് എഴുതാം. സോ ഇലക്ട്രിക് ഫ്ലക്സ് എങ്ങനെ ഡിഫൈൻ ചെയ്യാം? ദ ടോട്ടൽ നമ്പർ ഓഫ് ഇലക്ട്രിക് ലൈൻ ഓഫ് ഫോഴ്സ് പാസിംഗ് നോർമലി ത്രൂ ഗിവൺ ഏരിയ, ഇറ്റ് ഈസ് കോൾഡ് ഇലക്ട്രിക് ഫ്ലക്സ്. phi is equal to ക്ലോസ്ഡ് ഇന്റഗ്രൽ E dot ds. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്തായിരുന്നു? സി, ഫൈൻഡ് ദ ടോട്ടൽ ഇലക്ട്രിക് ഫ്ലക്സ് ത്രൂ ദി ഗോഷ്യൻ സർഫേസ് ഫോർ ദി എബോവ് മെൻഷൻഡ് ചാർജ് വയർ. അതായത് നമുക്ക് തന്നിട്ടുള്ള ഇൻഫിനിറ്റ്ലി ലോങ് സ്ട്രെയിറ്റ് യൂണിഫോംലി ചാർജ്ഡ് വയറിന്റെ ടോട്ടൽ ഇലക്ട്രിക് ഫ്ലക്സ് എങ്ങനെ കാണാം എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പൊ സിയില് phi ആണ് നമുക്കറിയാം ഇലക്ട്രിക് ഫ്ലക്സ് എന്ന് പറയുന്നത്, ദാറ്റ് ഈസ് ഈക്വൽ ടു ക്ലോസ്ഡ് ഇന്റഗ്രൽ E dot ds ആണ്. E dot ds എന്ന് പറയുന്നത് E ds cos theta ആണ്. ഇവിടുത്തെ തീറ്റ എത്രയാണ് വരുന്നത്? ഇയും dsഉം രണ്ടും ഒരേ ഡയറക്ഷനിലാണ്. സോ തീറ്റ വിൽ ബി ഈക്വൽ ടു 0 ആണ് അല്ലെ. സോ അതുകൊണ്ട് തന്നെ E dot dsന് പകരം നമുക്ക് ഈ ds എന്ന് എഴുതാം. ദാറ്റ് വിൽ ബി ഈക്വൽ ടു E ഇൻറ്റു ഇന്റഗ്രൽ ds ആയിരിക്കും. കാരണം E എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആണ്. ഇനി ഇന്റഗ്രൽ ds ആണ് കാണേണ്ടത്. അപ്പൊ അവിടെ ഉണ്ടാവുന്ന ഇന്റഗ്രൽ ds എന്ന് പറയുന്നത് എന്താണ്? ds is the ഏരിയ ഓഫ് ദ കർവ്ഡ് സർഫസ് ആണ്. അത് എത്രയായിരിക്കും? ഒരു സിലിണ്ടറിന്റെ കേസിൽ ഉണ്ടാവുന്ന ഏരിയ എന്ന് പറയുന്നത് 2π RL ആണ് അല്ലെ. സോ E ഇൻറ്റു 2π RL ആയിരിക്കും ഫൈയുടെ വാല്യൂ. സോ phi വിൽ ബി ഈക്വൽ ടു E ഇൻറ്റു 2π RL. Now we can answer the next question. What is the net charge enclosed by the Gaussian surface? അപ്പൊ നമുക്കറിയാം ഇവിടെ ഉണ്ടാവുന്ന Gaussian surface സിലിണ്ട്രിക്കൽ ആണ്, അതുപോലെ തന്നെ ലീനിയർ ചാർജ് ഡിസ്ട്രിബ്യൂഷൻ ആണുള്ളത് അല്ലെ. അപ്പൊ ഒരു ലീനിയർ ചാർജ് ഡിസ്ട്രിബ്യൂഷന്റെ കേസസിൽ ഉണ്ടാവുന്ന ചാർജ് ഡെൻസിറ്റി എന്ന് പറയുന്നത് എന്താണ്? ലാംഡയാണ്. ദാറ്റ് ഈസ് ലീനിയർ ചാർജ് ഡെൻസിറ്റി ആണ്, ദാറ്റ് ഈസ് ലാംഡ. ഇനി ലാംഡ കാണാനുള്ള ഇക്വേഷൻ എന്താണ്? Q by L ആണ് അല്ലെ. സോ Q by L ആണ് ലാംഡ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ Q will be equal to ലാംഡ into L. അതായിരിക്കും അവിടെ ഉണ്ടാവുന്ന ടോട്ടൽ ചാർജ് എൻക്ലോസ്ഡ് by the surface or the net charge enclosed by the Gaussian surface എന്ന് പറയുന്നത് ഈ കേസിൽ എത്രയാണ് കിട്ടുന്നത്? Q is equal to lambda into L ആണ്. lambda is the linear charge density. ഇനി ഇതിന്റെ തന്നെ അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? അപ്ലൈ ഗോസസ് തിയറം ടു ഫൈൻഡ് ദ ഇലക്ട്രിക് ഫീൽഡ് അറ്റ് P ഫോർ ദി എബോവ് മെൻഷൻഡ് ചാർജ്ഡ് വയർ. റൈറ്റ് ദ ഡയറക്ഷൻ ഓഫ് ദ ഫീൽഡ്. അപ്പൊ ഇവിടെ എന്താണ്? നമ്മൾ ഒരു അറ്റ് എ ഡിസ്റ്റൻസ് R വി ആർ കൺസിഡറിങ് എ പോയിന്റ് P എന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ആ പോയിന്റ് Pയിൽ ഉണ്ടാവുന്ന ഇലക്ട്രിക് ഫീൽഡ് ആണ് കാണേണ്ടത്. സോ വി ക്യാൻ അപ്ലൈ ഗോസസ് തിയറം. അപ്പൊ അവിടെ നമുക്ക് ഗോസസ് തിയറം അപ്ലൈ ചെയ്യുമ്പോൾ എന്ത് കിട്ടും? അതായത് E ഇൻറ്റു ഇന്റഗ്രൽ ds ഇസ് ഈക്വൽ ടു Q by epsilon 0 ആണ് അല്ലെ. സോ E ഇൻറ്റു ഇന്റഗ്രൽ ds എന്ന് പറയുന്നത് നമ്മൾ ഓൾറെഡി നേരത്തെ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചതാണ്. ദാറ്റ് ഈസ് E ഇൻറ്റു 2π RL ന് ഈക്വൽ ആയിരിക്കും. 2π RL എന്ന് പറയുന്നത് അവിടുത്തെ ഏരിയ ഓഫ് ദ കർവ്ഡ് സർഫസ് ആണെന്ന് നമ്മൾ പറഞ്ഞു അല്ലെ. സോ phi is equal to E into 2π RL ആണ്. ഇനി ഗോസസ് തിയറി പ്രകാരം phi is equal to Q by epsilon 0 ആണ്. ഇനി നമുക്ക് Qവിന് പകരം ഇവിടെ ലീനിയർ ചാർജ് ഡെൻസിറ്റി ആയതുകൊണ്ട് Q is equal to lambda L എന്ന് എഴുതാം അല്ലെ. സോ phi will be equal to lambda L by epsilon 0. ഇനി ഇതിന് നമ്മൾ സെക്കൻഡ് ഇക്വേഷൻ ആയിട്ട് എടുത്തിട്ടുണ്ട്. ഫസ്റ്റ് ഇക്വേഷൻ phi is equal to E into 2π RL ആണ്. അങ്ങനെയാണെങ്കിൽ we can compare these two equations 1 and 2. ഇതിന്റെ രണ്ടിന്റെ LHS സെയിം ആണ്. അപ്പൊ എങ്ങനെ എഴുതാം? E into 2π RL is equal to lambda L by epsilon 0 എന്ന് എഴുതാം. അതായത് E into 2π RL is equal to lambda L by epsilon 0. So L and L will get cancelled. Remaining terms എന്താ കിട്ടുന്നത്? E is equal to 1 by 2π epsilon 0 into lambda by R. ഇതാണ് ഈ കേസിൽ ഉണ്ടാവുന്ന, അതായത് ഒരു യൂണിഫോംലി ചാർജ്ഡ് ഇൻഫിനിറ്റ്ലി ലോങ് വയറിന്റെ കേസിൽ ഉണ്ടാവുന്ന ഇലക്ട്രിക് ഫീൽഡ്. ഓക്കെ, now we have a 2 mark question. Question paper say 2010 ആണ്. Question is draw the electric lines of force surrounding the charge if first one a plus q charge and a minus q charge are separated at a distance a apart in air. A plus q charge and a minus q charge are separated at a distance a apart in air. And B, 2 minus q charges are placed at a distance a apart in air. അതായത് രണ്ട് മൈനസ് ക്യൂ ചാർജസും അതുപോലെ തന്നെ രണ്ട് പ്ലസ് ക്യൂ ചാർജസും തമ്മിൽ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട് അറ്റ് എ ഡിസ്റ്റൻസ് എ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഹൗ വി ക്യാൻ ഡ്രോ ദ ഇലക്ട്രിക് ലൈൻ ഓഫ് ഫോഴ്സ് ഇൻ ദ കേസ് ഓഫ് ദീസ് ടു ചാർജസ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പൊ എങ്ങനെ വരയ്ക്കാൻ പറ്റും? ഫസ്റ്റ് കേസിൽ നമുക്ക് അറിയാവുന്ന കാര്യമാണ്, പ്ലസ് ക്യൂ ചാർജ് ആണെന്നുണ്ടെങ്കിൽ ദ ലൈൻ ഓഫ് ഫോഴ്സ് വിൽ ബി ഡയറക്റ്റഡ് എവേ ഫ്രം ദ പോസിറ്റീവ് ചാർജ് ആണ് അല്ലെ. അതേപോലെ തന്നെ ഇൻ ദ കേസ് ഓഫ് നെഗറ്റീവ് ചാർജസ് എന്തായിരിക്കും? ദാറ്റ് ലൈൻ ഓഫ് ഫോഴ്സ് വിൽ ബി ഡയറക്റ്റഡ് ടുവേർഡ്സ് ദ നെഗറ്റീവ് ചാർജ് ആണ്. അപ്പൊ ആ ഒരു കൺസെപ്റ്റ് വെച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? വരയ്ക്കാം, ലൈൻ ഓഫ് ഫോഴ്സ് വരയ്ക്കാം. അപ്പൊ ഫസ്റ്റ് കേസിൽ എങ്ങനെ വരയ്ക്കാൻ പറ്റും?
അപ്പോൾ ഫസ്റ്റ് കേസിൽ ഒരു പോസിറ്റീവ് ചാർജും ഒരു നെഗറ്റീവ് ചാർജും ആണുള്ളത്. അപ്പൊ നമ്മൾ വരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് പോസിറ്റീവ് ചാർജിൽ നിന്നായിരിക്കണം ലൈൻ ഓഫ് ഫോഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതായത് ആരോ മാർക്ക് എപ്പോഴും പോസിറ്റീവ് ചാർജിൽ നിന്ന് പുറത്തേക്കായിരിക്കണം, അതായത് എവേ ആയിരിക്കണം. ഓക്കെ, അതാണ് ഇവിടുന്ന് ആരോ മാർക്ക് പുറത്തേക്ക് കാണിച്ചിട്ടുള്ളത്. ആൻഡ് നെഗറ്റീവ് ചാർജിലേക്ക് ടുവേർഡ്സ് ആയിരിക്കണം ആരോ മാർക്ക് കാണിക്കുന്നത്. സോ ഹിയർ വി ക്യാൻ സീ ദാറ്റ്. ഓക്കെ, അതായത് ഇവിടെ പുറത്തു നിന്നുള്ളതാണെങ്കിലും എന്താണ് നെഗറ്റീവ് ചാർജിലോട്ടാണ് എന്ത് വരുന്നത്, ലൈൻസ് ഓഫ് ഫോഴ്സ് വരുന്നത്. അതേപോലെ തന്നെ രണ്ട് സൈഡിലും നമുക്ക് വരയ്ക്കാൻ പറ്റും. ഇനി അടുത്ത കേസ് എങ്ങനെ വരയ്ക്കേണ്ടത്, ഇഫ് ടു നെഗറ്റീവ് ചാർജസ് ആർ പ്ലേസ്ഡ് അറ്റ് എ ഡിസ്റ്റൻസ് എ, അതായത് രണ്ടും നെഗറ്റീവ് ചാർജസ് ആണെന്നുണ്ടെങ്കിൽ അവ എന്താണ് ചെയ്യുക, റിപ്പൽ ചെയ്യാണ് ചെയ്യുന്നത്. മാത്രമല്ല നെഗറ്റീവ് ചാർജിലേക്ക് ആകുമ്പോൾ അവിടെ ദാറ്റ് ചാർജസ് വിൽ ബി ടുവേർഡ്സ് ദി നെഗറ്റീവ് ചാർജ് ആണ്. അപ്പൊ ആ രീതിയിൽ വരയ്ക്കാം. ഡയഗ്രം ഇവിടെ കാണിച്ചിട്ടുണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഒരു 5 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. അതായത് 2010 തന്നെ ചോദിച്ചിട്ടുള്ള ഒരു 5 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ ഈസ് വൺ ക്യാൻ ഡിറ്റർമിൻ ദി ഡയറക്ഷൻ ഓഫ് ഇലക്ട്രിക് ഫീൽഡ് അറൌണ്ട് എ സ്റ്റേഷനറി ചാർജ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ്. അതായത് നമുക്ക് ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ കാണണമെന്നുണ്ടെങ്കിൽ, ഒരു സ്റ്റേഷനറി ചാർജിന് ചുറ്റും ഉണ്ടാവുന്ന ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ കാണണമെന്നുണ്ടെങ്കിൽ എങ്ങനെ കാണാൻ പറ്റും, ബൈ യൂസിങ് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ്. ഓക്കെ, ക്വസ്റ്റ്യൻസ് ഇതാണ്. ഫസ്റ്റ് വൺ ഈസ് വാട്ട് ഡു യു അണ്ടർസ്റ്റാൻഡ് ബൈ ദ ടേം ഇലക്ട്രിക് ഫ്ലക്സ്, ഗിവ് ഇറ്റ്സ് SI യൂണിറ്റ്. എന്താണ് ഇലക്ട്രിക് ഫ്ലക്സ് എന്നുള്ള ടേം കൊണ്ട് ഉദ്ദേശിക്കുന്നത്, ആൻഡ് ഗിവ് ഇറ്റ്സ് SI യൂണിറ്റ്, അതിന്റെ SI യൂണിറ്റ് ആണ് ചോദിച്ചിട്ടുള്ളത്. സെക്കൻഡ് വൺ ഈസ് സ്റ്റേറ്റ് ഗോസസ് തിയറം ഇൻ ഇലക്ട്രോസ്റ്റാറ്റിക്സ് ആൻഡ് എക്സ്പ്രസ് ഇറ്റ് ഇൻ മാത്തമാറ്റിക്കൽ ഫോം. എന്താണ് ഗോസസ് തിയറം, വളരെ ഇമ്പോർട്ടന്റ് ആണ്, വളരെ ഈസി ആയിട്ട് എഴുതാൻ പറ്റുന്ന കാര്യമാണ് അല്ലെ. Then third one is consider a spherical shell of radius r is uniformly charged with a charge plus q. By using Gauss's theorem, find the electric field intensity at a point P. First one outside the spherical shell and the second one is inside this spherical shell. അപ്പൊ അതിൽ എന്താണ് പറഞ്ഞുള്ളത്, ഒരു spherical shellന്റെ കേസ് ആണ്. That having radius capital R and it is uniformly charged with charge plus q. അതായത് plus q ചാർജ് ആണുള്ളത്. It is uniformly charged. So by using Gauss's theorem നമുക്ക് എന്ത് കാണാം, ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി, രണ്ട് പോയിന്റ്സിലുള്ള ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി ആണ് ചോദിച്ചിട്ടുള്ളത്. ഔട്ട്സൈഡ് ദ സ്ഫെറിക്കൽ ഷെല്ലും ഇൻസൈഡ് ദ സ്ഫെറിക്കൽ ഷെല്ലും. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ വാട്ട് ഈസ് ഇലക്ട്രിക് ഫ്ലക്സ് എന്നുള്ളതായിരുന്നു, ആൻഡ് ഗിവ് ഇറ്റ്സ് SI യൂണിറ്റ്. അപ്പോൾ ഇലക്ട്രിക് ഫ്ലക്സ് ഓൾറെഡി നമ്മൾ പറഞ്ഞ കാര്യമാണ്. എന്താണ് അത്, നമ്പർ ഓഫ് ലൈൻസ് പാസിംഗ് നോർമലി ത്രൂ എൻ ഏരിയ. അതായത് നമ്പർ ഓഫ് ലൈൻസ് പാസിംഗ് നോർമലി ത്രൂ എൻ ഏരിയ ഈസ് കോൾഡ് ഇലക്ട്രിക് ഫ്ലക്സ്. എന്തായിരുന്നു അതിന്റെ യൂണിറ്റ്, ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ പെർ കൂളം, ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ പെർ കൂളം. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്താണ്, സ്റ്റേറ്റ് ഗോസസ് തിയറം ഇൻ ഇലക്ട്രോസ്റ്റാറ്റിക്സ് ആൻഡ് എക്സ്പ്രസ് ഇറ്റ് ഇൻ മാത്തമാറ്റിക്കൽ ഫോം. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ലോ ആണ് ഗോസസ് തിയറം. സോ എങ്ങനെ നമുക്ക് ഡിഫൈൻ ചെയ്യാം, ഗോസസ് തിയറം സ്റ്റേറ്റ്സ് ദാറ്റ് ദ total electric flux over a closed surface is 1 by epsilon 0 times the total charge enclosed by the surface ആണ്. അതായത് ടോട്ടൽ ഇലക്ട്രിക് ഫ്ലക്സ് എന്ന് പറയുന്നത് എന്തിന് ഈക്വൽ ആയിരിക്കും, ഒരു ക്ലോസ്ഡ് സർഫസ് ആയിരിക്കണം. സോ ദാറ്റ് വിൽ ബി ഈക്വൽ ടു 1 by epsilon 0 times the total charge enclosed by the surface ആയിരിക്കും. അതായത് 1 by epsilon 0 into ക്യൂവിന് ഈക്വൽ ആയിരിക്കും. അപ്പൊ ടോട്ടൽ ഇലക്ട്രിക് ഫ്ലക്സ് വിൽ ബി ഈക്വൽ ടു 1 by epsilon 0 ടൈംസ് ദ ടോട്ടൽ ചാർജ് എൻക്ലോസ്ഡ് ബൈ ദി സർഫസ് ആണ്. സോ ദാറ്റ് ഈസ് ഇന്റഗ്രൽ E dot ds is equal to 1 by epsilon 0 q ആണ്. ഇനി ഇന്റഗ്രൽ E dot ds എന്ന് പറയുന്നത് എന്താണ്, ഇലക്ട്രിക് ഫ്ലക്സ് ആണ്. സോ ദാറ്റ് ക്യാൻ ബി റെപ്രസെന്റഡ് ആസ് phi or phi is equal to 1 by epsilon 0 into q എന്നുള്ളതാണ് ആൻസർ. Next, consider a spherical shell of radius r is uniformly charged with charge plus q. Okay, ഒരു spherical shell ന്റെ കേസ് ആണ്. അവിടെ റേഡിയസ് ക്യാപിറ്റൽ R ആണ് ആൻഡ് ഇറ്റ് ഹാസ് എ ചാർജ് ഓഫ് പ്ലസ് q. ഇനി ഗോസസ് തിയറം യൂസ് ചെയ്തുകൊണ്ട് എന്ത് ഇവിടെ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്, ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി ആണ് അറ്റ് 2 പോയിന്റ്സ്. എവിടേക്കാണ്, ഔട്ട്സൈഡ് ദ സ്ഫെറിക്കൽ ഷെൽ ആൻഡ് ഇൻസൈഡ് ദ സ്ഫെറിക്കൽ ഷെൽ. അപ്പൊ എങ്ങനെയാണ് നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുക നോക്കാം. സോ നമുക്ക് ഇവിടെ ഒരു യൂണിഫോംലി ചാർജ്ഡ് സ്ഫെറിക്കൽ കണ്ടക്ടർ ആണ് കൺസിഡർ ചെയ്തിട്ടുള്ളത്, ആൻഡ് വിച്ച് ഹാസ് എ റേഡിയസ് ക്യാപിറ്റൽ R. അതായത് ക്യാപിറ്റൽ R ആണ് സ്ഫെറിക്കൽ ഷെല്ലിന്റെ റേഡിയസ്. ഇനി നമുക്കിവിടെ Q എന്ന് പറയുന്ന ഒരു പോയിന്റ് കൺസിഡർ ചെയ്തിട്ടുണ്ട്. ഈ പോയിന്റിൽ ഉണ്ടാവുന്ന ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി കാണണം. അപ്പൊ ആദ്യം എന്താ ചെയ്യേണ്ടത്, ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി കാണണമെന്നുണ്ടെങ്കിൽ ഇതൊരു ക്ലോസ്ഡ് ഗോഷ്യൻ സർഫസ് ആയിട്ട് നമ്മൾ ഇവിടെ അസ്യൂം ചെയ്യണം അല്ലെ. അപ്പൊ ഇവിടെ ഏത് ഫോമിലുള്ള ഗോഷ്യൻ സർഫസ് ആണ് അസ്യൂം ചെയ്യുന്നത്, അതായത് സ്മോൾ ലെറ്റർ R റേഡിയസ് ഉള്ള
ഒരു സ്ഫെറിക്കൽ ആയിട്ടുള്ള ഒരു ഗോഷ്യൻ സർഫസ് ആണ് ഇമാജിൻ ചെയ്യുന്നത്. സോ ടു ഫൈൻഡ് ദ ഇലക്ട്രിക് ഫീൽഡ് അറ്റ് പി അറ്റ് എ ഡിസ്റ്റൻസ് ആർ ഫ്രം ദ സെന്റർ, സ്മോൾ ലെറ്റർ ആർ ആണ് സെന്ററിൽ നിന്നുള്ള ഡിസ്റ്റൻസ്. ഓക്കെ, we can imagine a Gaussian spherical surface having radius small letter r. ഇനി ഇവിടെ ഗോസസ് തിയറം അപ്ലൈ ചെയ്യാം. എന്താണ് ഗോസസ് തിയറം? ക്ലോസ്ഡ് ഇന്റഗ്രൽ ഇ ഡോട്ട് ഡി എസ് ഇസ് ഈക്വൽ ടു 1/ε0 ക്യൂ ആണ്. സോ ഇന്റഗ്രൽ ഇ ഡോട്ട് ഡി എസ് എന്ന് പറയുന്നതിന് പകരം എന്ത് എഴുതാം? ഇ ഇൻറ്റു ഇന്റഗ്രൽ ഡി എസ് എന്ന് എഴുതാം. കാരണം ഇവിടെ ഇലക്ട്രിക് ഫീൽഡ് കോൺസ്റ്റന്റ് ആണ്. സോ ഇ ഇൻറ്റു ഇന്റഗ്രൽ ഡി എസ് ഇസ് ഈക്വൽ ടു 1/ε0 ക്യൂ ആണ്. ഇനി ഇന്റഗ്രൽ ഡി എസ് എന്ന് പറയുന്നത് സ്ഫെറിക്കൽ സർഫസിന്റെ കേസിൽ എന്തായിരിക്കും? യെസ്, ദാറ്റ് ഈസ് 4πr². സോ ഇ ഇൻറ്റു 4πr² ഇസ് ഈക്വൽ ടു 1/ε0 ഇൻറ്റു ക്യൂ. നമുക്ക് കാണേണ്ടത് ഇലക്ട്രിക് ഫീൽഡ് ആണ്. സോ ഇ ഈസ് ഈക്വൽ ടു 1/4πε0 ഇൻറ്റു ക്യൂ ബൈ r² എന്ന് എഴുതാം. ഇ ഈസ് ഈക്വൽ ടു 1/4πε0 ഇൻറ്റു ക്യൂ ബൈ r² എന്ന് എഴുതാം. ഇനി അടുത്ത കേസ് എന്താ പറഞ്ഞിട്ടുള്ളത്? ഇലക്ട്രിക് ഫീൽഡ് ഇൻസൈഡ് ദ ഷെൽ എന്തായിരിക്കും? സോ ഇൻസൈഡ് ദ ഷെൽ എന്തായിരിക്കും ഇലക്ട്രിക് ഫീൽഡ്? ദാറ്റ് വിൽ ബി 0. Okay, so that equation is 1/4πε0 q by r². നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ പേപ്പറിലേക്ക് പോകാം അല്ലെ. അതായത് മാർച്ച് 2011 2 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. സോ എ ബോഡി ഓഫ് മാസ് എം ഇസ് ചാർജ് നെഗറ്റീവ്ലി, സ്റ്റേറ്റ് വെദർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ആർ ട്രൂ ഓർ ഫോൾസ്. അപ്പൊ ട്രൂ ഓർ ഫോൾസ് ആണ് തന്നിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ്. എന്താണ് നോക്കിയപ്പോൾ എ ബോഡി ഓഫ് മാസ് എം ഇസ് ചാർജ് നെഗറ്റീവ്ലി, ട്രൂ ഓർ ഫോൾസ് ആണ് നമുക്ക് കാണേണ്ടത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? ഡ്യൂറിംഗ് ചാർജിങ് ദർ ഇസ് ചേഞ്ച് ഇൻ മാസ് ഓഫ് ദ ബോഡി. അതായത് നെഗറ്റീവ്ലി ചാർജ് ചെയ്തു എന്ന് പറഞ്ഞു എം മാസുള്ള ഒരു ഒബ്ജക്റ്റിനെ. സോ ഡ്യൂറിംഗ് ചാർജിങ്ങിന്റെ സമയത്ത് എന്ത് ചെയ്തിട്ടുണ്ട്? ദർ ഇസ് എ ചേഞ്ച് ഇൻ മാസ് ഓഫ് ദ ബോഡി. മാസിന് വ്യത്യാസം വരുന്നുണ്ട് എന്നാണ് പറഞ്ഞത്. ട്രൂ ഓർ ഫോൾസ് ആണ്. So that is true. Okay, that is during charging there is a change in mass of the body. The second question is the body can be charged to 2.5 e where e is the charge of an electron. അതായത് നമുക്ക് ആ ബോഡി എങ്ങനെ ചാർജ് ചെയ്യാൻ പറ്റുമെന്നാണ് ക്വസ്റ്റ്യൻ. 2.5 e ആയിട്ട് ചാർജ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. e is the charge of electron. അപ്പൊ നമ്മൾ ക്വാണ്ടൈസേഷൻ ഓഫ് ചാർജസിൽ എന്താണ് പഠിച്ചത്? ചാർജസ് ക്യാൻ എക്സിസ്റ്റ് ആസ് എൻ ഇന്റഗ്രൽ മൾട്ടിപ്പിൾ ഓഫ് ഇലക്ട്രോണിക് ചാർജ് ആണ്. അതായത് 1, 2, 3, 4 ആ രീതിയിലാണ്. അതായത് 1e, 2e, 3e ആ രീതിയിൽ മാത്രമാണ് എന്ത് ചെയ്യുള്ളൂ? ചാർജസ് എക്സിസ്റ്റ് ചെയ്യുള്ളൂ. അതുകൊണ്ട് തന്നെ 2.5e is not possible. അപ്പൊ എന്ത് പറയാം? ആൻസർ ദാറ്റ് is false. Okay, the third one is while charging the body by induction new charges are created in it. That is false. While charging the body by induction new charges are created in it. That is false. Then the force between two charged objects is less when there is a medium between them. അതായത് the force between two charged bodies is less when there is a medium between them. അവർക്കിടയിൽ ഒരു മീഡിയം ഉണ്ടെന്നുണ്ടെങ്കിൽ എന്തിരിക്കും? the force between the charges will be less. Okay, so that is true. Next question is a 4 mark question. So say 2011 ചോദിച്ചിട്ടുള്ള ഒരു 4 mark question ആണ്. Question is two equal and opposite charges plus q and minus q are separated by a small distance 2a. Question A, name this arrangement. B, define its moment. What is its direction? C, if the above system is placed in a spherical shell, what would be the net electric flux coming out of it? Then D, the above system of two charges is placed in an external electric field E at an angle theta. With it, obtain the relation for torque acting on it. അപ്പൊ 4 ക്വസ്റ്റ്യൻസ് ആണ് തന്നിട്ടുള്ളത്. ഒരു 4 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞിട്ടുള്ളത്? അതായത് ടു ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ചാർജസ് ദേ ആർ സെപ്പറേറ്റഡ് ബൈ എ സ്മോൾ ഡിസ്റ്റൻസ് 2a എന്ന് തന്നിട്ടുണ്ട്. ആ ഒരു സിസ്റ്റത്തിനെ നമ്മൾ പറയുന്നത്, അതായത് ആ ഒരു അറേഞ്ച്മെന്റിനെ പറയുന്ന പേരാണ് ചോദിച്ചിട്ടുള്ളത്. എന്താണ്? ടു ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ചാർജസ് സെപ്പറേറ്റഡ് ബൈ എ സ്മോൾ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എന്താണ്? ദാറ്റ് ഈസ് ഇലക്ട്രിക് ഡൈപോൾ. ഓക്കെ, സോ സെക്കൻഡ് ക്വസ്റ്റ്യൻ ഈസ് ഡിഫൈൻ ഇറ്റ്സ് മൊമെന്റ്. വാട്ട് ഈസ് ഇറ്റ്സ് ഡയറക്ഷൻ? എന്താണ് അതിന്റെ മൊമെന്റ്? അതായത് വാട്ട് ഈസ് ഇലക്ട്രിക് ഡൈപോൾ മൊമെന്റ് എന്നുള്ളതാണ്. ഇലക്ട്രിക് ഡൈപോൾ മൊമെന്റ് ഈസ് ദ product of magnitude of any one of the charge and the dipole length ആണ്. And the distance between them is called dipole length അല്ലെ. അപ്പൊ എങ്ങനെ പറയാം? ഇലക്ട്രിക് ഡൈപോൾ മൊമെന്റ് എന്ന് പറയുന്നത് എന്തിന്റെയൊക്കെ പ്രോഡക്റ്റ് ആണ്? ഏതെങ്കിലും ഒരു ചാർജ്, അതായത് ഇപ്പോൾ പ്ലസ് ക്യൂ ആൻഡ് മൈനസ് ക്യൂ എന്ന് പറയുന്നതിൽ ഏതെങ്കിലും ഒരു ചാർജ്, അതായത് മാഗ്നിറ്റ്യൂഡ് ഓഫ് എനി വൺ ഓഫ് ദ ചാർജ്. സോ ക്യൂ ഇൻറ്റു ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ചാർജസ്, അതായത് ഡൈപോളിന്റെ ലെങ്ത് 2a. സോ 2a ഇൻറ്റു ക്യൂ എന്നുള്ളതാണ് എന്ത്? ഇലക്ട്രിക് ഡൈപോൾ മൊമെന്റ്. ഇറ്റ് ഈസ് ദ പ്രോഡക്റ്റ് ഓഫ് മാഗ്നിറ്റ്യൂഡ് ഓഫ് എനി വൺ ഓഫ് ദ ചാർജ് ആൻഡ് ദ ഡൈപോൾ ലെങ്ത്
that is P is equal to Q into 2E. And the direction of dipole moment is from negative charge to positive charge. Negative charge നിന്ന് positive charge ലേക്കായിരിക്കും direction of dipole moment എന്ന് പറയുന്നത്. Next question is, if the above system is placed in a spherical shell, അതായത് ഈ ഡൈപോളിനെ നമ്മളൊരു സ്ഫെറിക്കൽ ഷെല്ലിൽ പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ വാട്ട് വുഡ് ബി ദ നെറ്റ് ഇലക്ട്രിക് ഫ്ലക്സ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. വാട്ട് വിൽ ബി ദ നെറ്റ് ഇലക്ട്രിക് ഫ്ലക്സ്? ഡൈപോൾ പ്ലേസ് ചെയ്ത് കഴിയുമ്പോൾ അവിടെ ഉണ്ടാവുന്ന നെറ്റ് ഇലക്ട്രിക് ഫ്ലക്സ് എന്ന് പറയുന്നത് 0 ആയിരിക്കും ഇൻ ദ കേസ് ഓഫ് സ്ഫെറിക്കൽ ഷെൽ. Now the last one is, the above system of two charges is placed in an external electric field at an angle theta with it. Obtain the relation for torque acting on it. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് അല്ലെ. അതായത് നമ്മൾ ചെയ്തിട്ടുള്ള ഒരു ഡെറിവേഷൻ ആണ് ഈ, അതായത് ഇലക്ട്രിക് ഡൈപോളിനെ ഒരു യൂണിഫോം ഇലക്ട്രിക് ഫീൽഡിനകത്ത് പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് at an angle theta, what will be the relation for the torque acting on it? അതായത് അതിനകത്ത് ആക്ട് ചെയ്യുന്ന ടോർക്ക് കാണാനുള്ള എക്സ്പ്രഷൻ ഡിറൈവ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ഇതിന്റെ ഡയഗ്രാം വരയ്ക്കണം. വളരെ ഇമ്പോർട്ടന്റ് ആണ് ടോർക്ക് ഓൺ എ ഡൈപോൾ എന്ന് പറയുന്നത്. അതായത് ഒരു യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് ആണ് കാണിച്ചിട്ടുള്ളത്. സോ ദാറ്റ് ഈസ് ഇലക്ട്രിക് ഫീൽഡ് സ്ട്രെങ്ത് E ആണ്. ദെൻ ഒരു +Q ആൻഡ് -Q ചാർജസ് ഉള്ള ഡൈപോൾ ആണ്. ദാറ്റ് ഈസ് കെപ്റ്റ് അറ്റ് എ ഡിസ്റ്റൻസ് ഓഫ് 2e. അവർക്കിടയിലുള്ള ഡിസ്റ്റൻസ് 2e ആണ്. അതിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സസ് ആണ്, അതായത് -Qയിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് -QE ആയിരിക്കും, ആൻഡ് +Qയിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് ആണ് +QE. അത് രണ്ടും ഓപ്പോസിറ്റ് ഡയറക്ഷൻസ്. So here there are two equal and unlike parallel forces whose lines of action are separated. Okay, so it constitute a couple and a torque will be acting on the dipole. So it will tend to align in the field direction. അപ്പോൾ ആ ടോർക്ക് എന്തിനു വേണ്ടിയിട്ടാണ് ശ്രമിക്കുന്നത്? അതായത് ഫീൽഡിന്റെ സെയിം ഡയറക്ഷനിൽ അലൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ടോർക്ക് ട്രൈ ചെയ്യുന്നത്. സോ നമുക്ക് ടോർക്ക് കാണുന്നുണ്ടെങ്കിൽ ഏത് ഇക്വേഷൻ ആണ് യൂസ് ചെയ്യുക? ടോർക്ക് ഇസ് ഈക്വൽ ടു ഫോഴ്സ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ഫോഴ്സസ് ആണ്. That is any one of the force എന്ന് പറയുന്നത് +QE -QE ആണ് രണ്ട് ഫോഴ്സസ്. സോ ഫോഴ്സ് എന്ന് പറയുന്നതിനെ നമുക്ക് QE എന്ന് എടുക്കാം ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. അപ്പൊ നമുക്ക് ഡയഗ്രത്തിൽ നിന്ന് എങ്ങനെയാണ് പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് കാണാൻ പറ്റുക? അതായത് ഇവിടെ ആംഗിൾ തീറ്റയാണ് അല്ലെ, ഇതൊരു റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ ആണ് വരുന്നത്. സോ ഇവിടുന്ന് സൈൻ തീറ്റ കണ്ടു കഴിഞ്ഞാൽ സൈൻ തീറ്റ എന്തായിരിക്കും? ദാറ്റ് ഈസ് ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ 2a ആണ് വരുന്നത് അല്ലെ. സോ the distance will be equal to, perpendicular distance will be equal to 2a into sin theta എന്ന് കിട്ടും. So here we have p is equal to 2aq. So ഇവിടെ 2aq ന് പകരം p എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം ഡൈപോൾ മൊമെന്റ്. സോ ടോർക്ക് will be equal to pe sin theta എന്ന് കിട്ടും. or in vector form we can write tau is equal to p cross e. അതായത് വെക്ടർ tau is equal to വെക്ടർ p cross വെക്ടർ e എന്ന് എഴുതാൻ പറ്റും. Okay. The next question is asked in the year March 2012. This is a 5-mark question. The idea of electric field lines is useful in mapping the electric field around charges. Give any two properties of electric field lines. Second question, state Gauss's theorem in electrostatics. C. Using the theorem, derive an expression for electric field due to a uniformly charged spherical shell at a point outside the shell and at a point inside the shell. And the last question is, a point charge of +10 microcoulomb is at a distance of 5 cm directly above the center of a square of side 10 cm as shown in figure. What is the electric flux through the square? So ഇവിടെ 4 ക്വസ്റ്റ്യൻസ് ആണ് തന്നിട്ടുള്ളത്. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? ഗിവ് എനി ടു പ്രോപ്പർട്ടീസ് ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് എന്നുള്ളതാണ്. Then second questionൽ give Gauss's theorem in electrostatics. നമ്മൾ നേരത്തെ പറഞ്ഞതാണ് Gauss's theoremത്തിന്റെ സ്റ്റേറ്റ്മെന്റ്. അതുപോലെ using the theorem derive the expression for electric field due to uniformly charged spherical shell. അതും നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തതാണ് അല്ലെ കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ. അതായത് 2010 ചോദിച്ചിട്ടുള്ള സെയിം ക്വസ്റ്റ്യൻ തന്നെയാണ്, ദാറ്റ് വി ഹാവ് ഓൾറെഡി ഡിസ്കസ്ഡ്. ഇനി ലാസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ് ചോദിച്ചിട്ടുള്ളത് നോക്കിക്കൂ. എ പോയിന്റ് ചാർജ്, അതായത് ഒരു +10 മൈക്രോകൂളം ചാർജ് ആണ് അറ്റ് എ ഡിസ്റ്റൻസ് 5 cm ഡയറക്ട്ലി അബവ് ദ സെന്റർ ഓഫ് എ സ്ക്വയർ ആണ്. അതായത് ഇവിടെ ഡയഗ്രാം തന്നിട്ടുണ്ട്, ഒരു സ്ക്വയറിന്റെ സെന്ററിൽ നിന്ന് 10 cm എബോ ആണുള്ളത്. ആൻഡ് വാട്ട് ഈസ് ദ ഇലക്ട്രിക് ഫ്ലക്സ് ത്രൂ ദ സ്ക്വയർ എന്നുള്ളതാണ്. അവിടുത്തെ ഇലക്ട്രിക് ഫ്ലക്സ് ആണ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. നമുക്ക് ഓരോന്നായിട്ട് ആൻസർ ചെയ്യാം.
സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്, ഇലക്ട്രിക് ഫീൽഡ് ലൈൻസിന്റെ പ്രോപ്പർട്ടീസ് ആണ്. അപ്പോൾ ഏതെങ്കിലും 2-3 പ്രോപ്പർട്ടീസ് പഠിച്ചിരിക്കുക. an ഇലക്ട്രിക് ലൈൻ ഓഫ് ഫോഴ്സ് ഒറിജിനേറ്റ്സ് ഫ്രം പോസിറ്റീവ് ചാർജ് ആൻഡ് എൻഡ്സ് ഓൺ നെഗറ്റീവ് ചാർജ് ആണ്. എപ്പോഴും ഒരു ഇലക്ട്രിക് ലൈൻ ഓഫ് ഫോഴ്സ് ഒറിജിനേറ്റ് ചെയ്യുന്നത് പോസിറ്റീവ് ചാർജിൽ നിന്നും എൻഡ് ചെയ്യുന്നത് നെഗറ്റീവ് ചാർജിലും ആയിരിക്കും. ദെൻ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ഡ്യൂ ടു സ്റ്റാറ്റിക് ചാർജ് നെവർ ഫോം ക്ലോസ്ഡ് ലൂപ്സ്. അതായത് ഇലക്ട്രിക് ലൈൻസ് ഓഫ് ഫോഴ്സ് എന്ത് ചെയ്യുന്നില്ല, that will not form closed loops. Okay, അടുത്തത് in a uniform electric field lines of force are parallel. അതായത് ഒരു യൂണിഫോം ഇലക്ട്രിക് ഫീൽഡിനകത്ത് ഉണ്ടാവുന്ന ലൈൻസ് ഓഫ് ഫോഴ്സ് പാരലൽ ആയിരിക്കും. സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്താണ്, ഗോസസ് തിയറം ആണ് ചോദിച്ചിട്ടുള്ളത്. ഗോസസ് തിയറം states that the total electric flux over a closed surface is 1/epsilon 0 times the total charge enclosed by the surface. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. അപ്പോൾ ഇന്റഗ്രൽ E dot ds is equal to 1/epsilon 0 q ആണ്, or phi is equal to 1/epsilon 0 q. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഞാൻ വീണ്ടും ഡിസ്കസ് ചെയ്യുന്നില്ല, കാരണം ദാറ്റ് വി ഹാവ് ഓൾറെഡി ഡിസ്കസ്ഡ്. ഓക്കെ, അപ്പോൾ ഒരു യൂണിഫോംലി ചാർജ്ഡ് സ്ഫെറിക്കൽ ഷെല്ലിന്റെ കേസിൽ ഉണ്ടാവുന്ന ഇലക്ട്രിക് ഫീൽഡ് കാണാനുള്ള എക്സ്പ്രഷൻ ആണ്. ദെൻ നൗ വി ക്യാൻ മൂവ് ടു ദ ലാസ്റ്റ് ക്വസ്റ്റ്യൻ. So question idana, a point charge of 10 microcoulomb is at a distance of 5 cm directly above the center of a square of side 10 cm as shown in figure. What is the electric flux through the square എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഇലക്ട്രിക് ഫ്ലക്സ് കാണാനുള്ള ഇക്വേഷൻ എന്താണ്, phi is equal to q/epsilon 0 ആണ്. സോ ഇലക്ട്രിക് ഫ്ലക്സ് ത്രൂ വൺ സൈഡ് കാണുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, phi is equal to 1/6 into q/epsilon 0. q എത്രയാണ്, 10 മൈക്രോ കൂളം ആണ്. സോ 10 into 10⁻⁻6 കൂളം ആണ്, ഡിവൈഡ് ബൈ epsilon 0 8.854 into 10⁻12 ആണ്. സോ വി വിൽ ഗെറ്റ് ദ വാല്യൂ ആസ് 1.88 into 10⁻6 ന്യൂട്ടൺ കൂളം raised to -1 meter square or Newton meter square per കൂളം. ഓക്കെ, സോ അതാണ് ഇലക്ട്രിക് ഫ്ലക്സിന്റെ വാല്യൂ. സോ തൽക്കാലം നമുക്ക് ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. ബാക്കി ക്വസ്റ്റ്യൻസ്, അതായത് 2013 മുതലുള്ള ക്വസ്റ്റ്യൻസ് അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ടേക്ക് കെയർ.